ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 2023 നടന്ന ഡിഗ്രി ലെവൽ മെയിൻസ് ജൂനിയർ അസിസ്റ്റന്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഫൈനൽ ആൻസർ കീ പ്രകാരം ഡിസ്കസ് ചെയ്യുന്നു. ഒന്നാമത്തെ ചോദ്യം, ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ചേരുംപടി ചേർക്കുക. താഴെ നൽകിയിരിക്കുന്ന കോഡിന്റെ സഹായത്തോടെ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലിസ്റ്റ് 1 രചയിതാവ്, ലിസ്റ്റ് 2 രചന. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഹെർമൻ ഗുണ്ടർട്ട്, കേരള പഴമ. സായുദ്ദീൻ മഖ്ദൂം, തുഫുഖത്തുൽ മുജാഹിദീൻ. ലുഡോവിക്കോഡി വാർത്തമേ, യാത്രാ വിവരണം. ഇബ്നു ബത്തൂത്ത, റിബുല. താഴെ പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളെ പരിഗണിക്കുക. 1 ശ്രീനാരായണ ഗുരു, 2 ഡോക്ടർ പൽപ്പു, 3 കുമാരനാശാൻ, 4 TK മാധവൻ. മുകളിൽ പറഞ്ഞവരിൽ ആരാണ് SNDP യോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ഡി മുകളിലുള്ള എല്ലാം. 1, 2, 3, 4. ഉഷ മേത്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ സമയത്ത് രഹസ്യ റേഡിയോ പ്രവർത്തിപ്പിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തു. താഴെ പറയുന്നവയിൽ ഏതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി 1, 3 മാത്രം. ശരിയായ ഓപ്ഷൻസ് വായിക്കാം. രാജ്യത്വത്തിന്റെ ദൈവിക അവകാശ സിദ്ധാന്തം, അസഹനീയമായ ആക്ട്സ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFന്റെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവ. ബ്രസിയ നിറച്ച അഗ്നിപർവ്വത പൈപ്പ് ഭൂമിയുടെ ഉപരിതലത്തിനു മുകളിലുള്ള ദീർഘകാല മണ്ണൊലിപ്പിന് ശേഷം തുറന്നു കാട്ടപ്പെടുന്നതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു? ഡയട്രം. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ വായിക്കാം. പേഡി പ്ലെയിൻ, LC കിങ്. പെനെ പ്ലെയിൻ, WM ഡേവിസ്. പാൻ പ്ലെയിൻ, ക്രിക്കമേ. പാൻ ഫാൻ ലോസൺ. ഗംഗയുടെ അലഹബാദ്, ഹാൽദിയ, ഭാഗീരഥി, ഹൂഗ്ലി ഭാഗമാണ് ദേശീയ ജലപാത 1. 2021 സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതും അതത് സംസ്ഥാനങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. 1 കരിമ്പ് ഉത്തർപ്രദേശ്, 2 പരുത്തി മഹാരാഷ്ട്ര, 3 അരി പഞ്ചാബ്, 4 ഗോതമ്പ് ഉത്തർപ്രദേശ്. ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? ഓപ്ഷൻ സി 3 മാത്രം. അരി പശ്ചിമ ബംഗാൾ. GST കൗൺസിലിന്റെ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം 2022 നവംബറിലെ GST വരുമാന ശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന സംസ്ഥാനങ്ങൾ 1, 2, 3, 4, 5 എന്നീ സ്ഥാനങ്ങളിലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, തമിഴ്നാട്, ഉത്തർപ്രദേശ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് നിയമം. 1 പ്രവിശ്യകളിൽ ഡയാർക്കിക്കായി നൽകിയിരിക്കുന്നു. 2 ദേശീയ തലത്തിൽ ദ്വിസഭകൾ അവതരിപ്പിച്ചു. 3 പ്രവിശ്യ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായി. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി 1, 2 മാത്രം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന വാചകം സൂചിപ്പിക്കുന്നത്? 1 ഇന്ത്യൻ ഫെഡറേഷൻ യൂണിറ്റുകളുടെ കരാറിന്റെ ഫലമല്ല. 2 ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾക്ക് യൂണിയനിൽ നിന്നും വേർപെടുത്താം. മുകളിൽ പറഞ്ഞവയിൽ ഏതാണ് ശരി?
ഓപ്ഷൻ എ 1 മാത്രം. 1955 പൗരത്വ നിയമത്തെ പരാമർശിച്ച് താഴെ പറയുന്നവ പരിഗണിക്കുക. ഇന്ത്യയുടെ പൗരത്വം നേടുന്നതിനുള്ള രീതികൾ ഇവയാണ്: 1 ജനനം, 2 വംശപരമ്പര, 3 രജിസ്ട്രേഷൻ, 4 പ്രകൃതിവൽക്കരണം. മുകളിൽ പറഞ്ഞവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്നിവ ശരി. ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി നടപടിക്രമങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകൾ പരിഗണിക്കുക. 1. സംസ്ഥാന നിയമസഭകൾക്ക് ഭരണഘടനാ ഭേദഗതിക്കുള്ള നിർദ്ദേശം ആരംഭിക്കാവുന്നതാണ്. 2. ഫെഡറൽ ഘടനയെ ബാധിക്കുന്ന ഒരു ഭേദഗതി സംസ്ഥാന നിയമസഭകളിൽ പകുതിയും പ്രത്യേക ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കണം. മുകളിൽ പറഞ്ഞവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി 1ഉം 2ഉം അല്ല. 2 പ്രസ്താവനകളും തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ അനുശാസിക്കുന്ന മൗലിക അവകാശങ്ങൾക്ക് കീഴിലുള്ള താഴെ പറയുന്ന വ്യവസ്ഥകൾ പരിഗണിക്കുക. 1. പൊതു തൊഴിലിൽ അവസര സമത്വം. 2. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനുമുള്ള അവകാശം. 3. നിയമത്തിനു മുന്നിൽ സമത്വം. മേൽപ്പറഞ്ഞ മൗലിക അവകാശങ്ങളിൽ ഏതാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്നത്? ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം. പാർലമെന്റിൽ 1956 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ LIC നിയമം അടുത്തിടെ ഭേദഗതി ചെയ്തത്? മണി ബിൽ. കേരള മോഡൽ വികസനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി അല്ലാത്തത്? 1. ഐക്യ കേരളത്തിലെ ആദ്യ മന്ത്രിസഭയാണ് കേരള മോഡൽ വികസനത്തിന് തുടക്കമിട്ടത്. 2. സമ്പത്തും വിഭവ പുനർവിതരണ പരിപാടികളും ഉയർന്ന മെറ്റീരിയൽ ഗുണനിലവാര സൂചികകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഉയർന്ന തലത്തിലുള്ള രാഷ്ട്രീയ പങ്കാളിത്തവും ആക്ടിവിസവും കേരള മോഡലിന്റെ പ്രധാന ഘടകമാണ്. കേരളത്തിലെ ജീവിത നിലവാര സൂചകങ്ങൾ വികസിത രാജ്യങ്ങൾക്ക് തുല്യമാണ്. ഓപ്ഷൻ ഡി 1 മാത്രം. ഒന്നും 2ഉം അടയാളപ്പെടുത്തിയ 2 പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ഏത് ഓപ്ഷനുകളാണ് ശരി എന്ന് കണ്ടെത്തുക. 1. കേരളത്തിൽ കാർഷിക മേഖലയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും തൊഴിലാളികളുടെ പങ്കാളിത്തം കുറഞ്ഞു വരുന്നതോടൊപ്പം വർഷങ്ങളായി കാർഷിക മേഖലയിൽ നിന്നും തൊഴിലാളികളെ വലിയ തോതിൽ പിൻവലിച്ചുകൊണ്ടിരിക്കുന്നു. 2. സമ്പദ് വ്യവസ്ഥയിൽ നിർമ്മാണ സേവന മേഖലകൾ നൽകുന്ന സംഭാവന കേരളത്തിൽ കൂടുതലാണ്. ഓപ്ഷൻ ബി പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്, എന്നാൽ 1ന്റെ ശരിയായ കാരണം അല്ല 2. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരള ബാങ്കിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? 1. ഒരു സാർവത്രിക ബാങ്കായി മാറാനുള്ള കാഴ്ചപ്പാട് കേരള ബാങ്കിനുണ്ട്. 2. ബിസിനസ്സിലും ശാഖകളുടെ എണ്ണത്തിലും കേരളത്തിലെ 2ാമത്തെ വലിയ ബാങ്കാണിത്. 3. ഗ്രാമീണ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായി മാറുകയാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത്. 4. ചെറുകിട സംരംഭകർക്ക് ബാങ്ക് റീഫിനാൻസ് സഹായം കൈമാറുന്നു. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഈ 4 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ നീർത്തട ഘടകം യോജനയുടെ നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് താഴെ പറയുന്ന ഏത് വകുപ്പാണ്? കൃഷി വകുപ്പ്. സുഭിക്ഷ കേരളം പദ്ധതി നടപ്പാക്കുന്നതിന്റെ പശ്ചാത്തലം എന്താണ്?
COVID-19. താഴെ പറയുന്നവയിൽ ഏതാണ് ഭരണപരമായ വിധി നിർണയത്തിന്റെ ഉചിതമായ ഉദാഹരണം? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അനുസരിച്ച് ഒമിക്രോൺ ഡാഷ് ആണ്. ഓപ്ഷൻ എ ഉയർന്ന അളവിലുള്ള മ്യൂട്ടേഷനുകളുള്ള വളരെ വ്യത്യസ്തമായ വേരിയന്റാണ് ഒമിക്രോൺ. ആദ്രം മിഷനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി അല്ലാത്തത്? ഓപ്ഷൻ എ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ സംസ്ഥാനതല അക്രഡിറ്റേഷൻ പ്രോഗ്രാം. ആദ്രം മിഷനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ്: നവകേരള മിഷന്റെ കീഴിലുള്ള 4 മിഷനുകളിൽ ഒന്ന് 2017 ഫെബ്രുവരിയിൽ സമാരംഭിച്ചു. പ്രാഥമിക ശ്രദ്ധ SDG3 ആണ്. നല്ല ആരോഗ്യവും ക്ഷേമവും. ഏത് ഇടപെടലുകളാണ് സ്ട്രോക്കിന്റെ സംഭവങ്ങളും ആഘാതവും ഗണ്യമായി കുറയ്ക്കുന്നത്? 1. കമ്മ്യൂണിറ്റി ഇടപെടൽ. 2. ജീവിതശൈലി പരിഷ്കരണം. 3. ഫാസ്റ്റ് രീതിയിൽ പൊതുസാക്ഷരത വർദ്ധിപ്പിച്ചു. ഓപ്ഷൻ ഡി ഇവയെല്ലാം. 1, 2, 3. ജീവിയും പ്രാദേശിക സമൂഹവും തുറന്നുകാട്ടപ്പെട്ട മലിനീകരണത്തിന്റെ തോത് നിർണയിക്കപ്പെടുന്നത് ബയോമോണിറ്ററിംഗ്. ഇൻട്രാനാസൽ കോവിഡ് വാക്സിൻ സ്വീകർത്താക്കൾ മ്യൂക്കോസൽ ആന്റിബോഡിയുടെ അളവ് വർദ്ധിപ്പിച്ചതായി കാണിച്ചു. IgA. 40 കിലോവോൾട്ട് ത്വരിതപ്പെടുത്തുന്ന സാധ്യതയുള്ള ഒരു എക്സ്റേ മെഷീനിൽ നിന്നുള്ള വികിരണത്തിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യം കണ്ടെത്തുക. പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്ന സാധ്യതയേക്കാൾ വളരെ കുറവാണെന്ന് കരുതുക. ഓപ്ഷൻ ബി 0.031 nm. കാന്തികക്ഷേത്ര ശക്തിയുടെ യൂണിറ്റ് H-ന്റെ യൂണിറ്റ് ആണ് ആംപിയർ പെർ മീറ്റർ. A/m. പ്ലൂട്ടോ. പ്രിയപ്പെട്ട പ്ലൂട്ടോയുടെ രചയിതാവ് ആര്? PK ബാലകൃഷ്ണൻ. ഇൻവെസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആക്സസ് IRRA പ്ലാറ്റ്ഫോം സ്ഥാപിക്കാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ പ്രേരിപ്പിച്ച സ്ഥാപനം ഏതാണ്? സെബി. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി. ഏത് ഇന്ത്യൻ നഗരത്തിലാണ് ഖോ-ഖോ ഗെയിം ആരംഭിച്ചത്? പൂനെ. സിനിമകളിൽ സൗണ്ട് ഇഫക്റ്റുകൾ കണ്ടുപിടിച്ചത് ആരാണ്? ജാക്ക് ഫോളി. കേരളത്തിൽ പന്തിഭോജനം ആരംഭിച്ചത് ആരാണ്? തൈക്കാട് അയ്യാർ. ഒരു ഹൈപ്പർലിങ്ക് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് ഏതാണ്? എ. ഓപ്ഷൻ ബി. ശാശ്വതമായി ഡേറ്റ സംഭരിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി 2ഉം 4ഉം. ഹാർഡ് ഡിസ്ക്, DVD. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ക്ഷുദ്രകരമായ സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുക. കീലോഗർ. താഴെ നൽകിയിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓറക്കിൾ RDMS. RDMSന്റെ ഫുൾ ഫോം ആണ് റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ. ജിംബ് ഇമേജ് എഡിറ്റർ. ഗൂഗിൾ സെർച്ച് എൻജിൻ. ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടർ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ പരം. 2012 പോസ്കോ നിയമത്തെക്കുറിച്ച്
താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഈ നിയമപ്രകാരം ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്ത കുട്ടിയുടെ വൈദ്യപരിശോധന നടത്തും. 1. 1973 ക്രിമിനൽ നിയമത്തിലെ സെക്ഷൻ 164A പ്രകാരം നടപടിക്രമം. 2. കുട്ടിയുടെ രക്ഷിതാവിന്റെയോ കുട്ടിക്ക് വിശ്വാസം ഉള്ള മറ്റേതെങ്കിലും വ്യക്തിയുടെയോ സാന്നിധ്യത്തിൽ വൈദ്യപരിശോധന നടത്തണം. 3. മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ കുട്ടിക്ക് വിശ്വാസമോ ഉള്ള മറ്റേതെങ്കിലും വ്യക്തിയുടെയോ അഭാവത്തിൽ മെഡിക്കൽ സ്ഥാപനത്തിന്റെ തലവൻ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിൽ മെഡിക്കൽ പരിശോധന നടത്തണം. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. 1, 2, 3. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായുള്ള ദേശീയ കൗൺസിലിന്റെ പ്രവർത്തനം അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ലിംഗഭേദം മാറ്റുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനായാൽ തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പരാമർശിച്ചിരിക്കുന്ന ഉപഭോക്തൃ അവകാശം അല്ലാത്തത് ഏതാണ്? സാധ്യമാകുന്നിടത്തെല്ലാം വിവിധതരം ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ ഏറ്റവും കുറഞ്ഞ വിലയിൽ പ്രവേശനം ഉറപ്പാക്കാനുള്ള അവകാശം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാമർശിച്ചിരിക്കുന്ന ഉപഭോക്തൃ അവകാശങ്ങളാണ് ഉപഭോക്താവിന്റെ താൽപര്യങ്ങൾക്ക് ഉചിതമായ വേദികളിൽ അർഹമായ പരിഗണന ലഭിക്കുമെന്ന് ഉറപ്പു നൽകി നിയന്ത്രിത വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. 2005 വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ബി ബൗദ്ധിക സ്വത്തവകാശം ഉൾപ്പെടെ ഒരു പൗരനും വിവരങ്ങൾ നൽകേണ്ട ബാധ്യത ഇല്ല. 2005 വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായതാണ്: വിവരങ്ങൾ അഭ്യർത്ഥിക്കുന്ന ഒരു അപേക്ഷകൻ വിവരങ്ങൾ അഭ്യർത്ഥിക്കുന്നതിന് ഒരു കാരണവും നൽകേണ്ടതില്ല. നിലവിലുള്ള ഒരു നിയമത്തിന് കീഴിൽ ഒരു പൊതു അതോറിറ്റിക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ടേം ഇൻഫർമേഷൻ ഉൾക്കൊള്ളുന്നു. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 1. കരാർ അവകാശങ്ങളുടെയോ ബാധ്യതകളുടെയോ ലംഘനം പോലുള്ള സിവിൽ സ്വഭാവമുള്ള ഹർജികൾ കമ്മീഷനിൽ പരിഗണിക്കില്ല. 2. ഒരു വലിയ സ്ത്രീ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന വ്യവഹാരങ്ങൾക്ക് കമ്മീഷൻ ധനസഹായം നൽകും. 3. കമ്മീഷൻ സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന്റെ ആസൂത്രണ പ്രക്രിയകളിൽ പങ്കെടുക്കുകയും ഉപദേശിക്കുകയും ചെയ്യും. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. 1, 2, 3. 2022 കേരള ലോകായുക്ത ഭേദഗതി ഓർഡിനൻസ് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ലോകായുക്തയുടെ തീരുമാനം സ്വീകരിക്കാനോ നിരസിക്കാനോ ഉള്ള ഓർഡിനൻസിന് യോഗ്യതയുള്ള അധികാരം നൽകുന്നു. അടുത്തത് ഇംഗ്ലീഷ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ്. പ്രൊവൈഡ് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. They are coming to the party. ഓപ്ഷൻ സി aren't they. ക്വസ്റ്റ്യൻ ടാഗിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിനെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആക്കുക, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിനെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആക്കുക. കറക്റ്റ് ദ ഫോളോയിങ് സെന്റൻസ്. When I reached the station, the train already left. ഓപ്ഷൻ ഡി When I reached the station, the train had already left. ഇവിടെ ട്രെയിൻ പോയി എന്നുള്ളതാണ് ആദ്യം നടന്നത്. അതുകൊണ്ടാണ് ഹാഡ് ലെഫ്റ്റ് എന്ന പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കാര്യം സംഭവിക്കുന്നതിന് മുൻപ് മറ്റൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിരുന്നു എന്നർത്ഥം. അപ്പൊ ആദ്യം നടന്ന സെന്റൻസിന്റെ മുമ്പിലായിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്.
Change the following sentence into comparative degree. April is the hottest month of the year. Option B. April is hotter than all other months of the year. Comparative degree than use ചെയ്യും. Fill up with the correct preposition. I prefer coffee dash tea. To. Prefer to എന്നാണ് പറയുന്നത്. പ്രിഫറിന്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. എൽഡർ, പ്രിഫർ, പ്രയർ, അൾട്ടീരിയർ, ജൂനിയർ, സീനിയർ, മേജർ, മൈനർ, ഇന്റീരിയർ, എക്സ്റ്റീരിയർ, ആന്റീരിയർ, പോസ്റ്റീരിയർ എന്നിവയ്ക്ക് ശേഷം ടു എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത്. Fill up with the correct tense of the verb given in bracket. What would the girl do if she dash missed the train? Option A, missed. If clause ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് missed. Choose the correct synonym for the following word. Extravagant, meaning lavish, ആഡംബരം. Fill up with the correct phrasal verb. The public meeting was dash because of bad weather. Called off. Called off ന്റെ മീനിങ് cancelled എന്നാണ്. Rewrite the sentence using a single word instead of the phrase in italics. The teacher said the boy was incapable of being corrected after he misbehaved repeatedly. Option A, incorrigible. Choose the correct option to fill in the blank. The school therapist dash students who have problems in studying, counsels, meaning advice. Choose the correct meaning of the phrase. To let the cat out of the bag. To reveal a secret. ഇനിയുള്ളത് മലയാളം പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ്. ശരിയായ പദം ഏത്? ഓപ്ഷൻ എ, അഭിവാഞ്ച. സാധനങ്ങൾ വിൽക്കുന്ന ആൾ, വിക്രേതാവ്. കുതിര എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത്. ഓപ്ഷൻ ഡി, അസിതം. അസിതം എന്നതിന്റെ അർത്ഥം കറുപ്പ് എന്നാണ്. കുതിരയുടെ പര്യായ പദങ്ങളാണ് ഘോടകം, വാജി, തുരകം. നിരാമയം എന്നതിന്റെ വിപരീത പദം എഴുതുക. ആമയം. ആമയം, നിരാമയം. അബദ്ധം പ്രവർത്തിക്കുക എന്നർത്ഥം വരുന്ന ശൈലി, കാടുകാട്ടുക. തലമുടി എന്ന പദത്തിന് സമാനമായ പദം കുന്തളം. ചേർത്ത് എഴുതുക. നെല്ല് പ്ലസ് മണി, നെന്മണി. കൂട്ടത്തിൽ പെടാത്തത് ഏത്? തടിനി, തടിയൻ. കേമൻ, കേമി, അവൻ, അവൾ, ആങ്ങള, പെങ്ങൾ. 8000 എന്ന പദം പിരിച്ചെഴുതുക. n പ്ലസ് 1000. താഴെ പറയുന്നതിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ഡി, തിങ്കളാഴ്ച തോറും ഇറങ്ങുന്ന വാരികയാണിത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.